പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി നിയമനവും വിവാദത്തിൽ. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ നരേഷ് പാൽ ഗംഗ്വാറിനെയാണ് പുതിയ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചത്. നരേഷ് പാലിന്റെ കുടുംബാംഗങ്ങൾ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ നിന്ന് വൻതുക സബ്സിഡിയായി കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തലുകൾക്കിടെയാണ് നിയമനം. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശം? ഷമി, ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്തിൽ ഒരു മാറ്റം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റിക്കൊണ്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള നരേഷ് പാൽ ഗംഗ്വാറിനെ പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം അതും വലിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ നരേഷ് പാൽ ഗംഗ്വാറിന്റെ കുടുംബാംഗങ്ങൾ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ നിന്ന് വൻതുക സബ്സിഡിയായി കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തലുകൾക്കിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമനം വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അമ്മ, മകൻ, ഭാര്യ ഉൾപ്പെടെയുള്ളവരാണ് ജയ്പൂരിലെ കൃഷിയുടെ പേരിൽ ഏകദേശം 1.16 കോടി രൂപ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃഷി വകുപ്പിൽ നിന്ന് സബ്സിഡി വാങ്ങി എന്ന വലിയൊരു ആരോപണം നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതിൽ തന്നെ കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൗധരിയും കുടുംബം ഏകദേശം 99 ലക്ഷം രൂപ സബ്സിഡി കൈപ്പറ്റിയതും അന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ IAS ഉദ്യോഗസ്ഥനും ഈ സമാന രീതിയിൽ വെള്ളരി കൃഷിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മയും ഗംഗ്വാറിലെ അമ്മ, മകൻ, ഭാര്യ എന്നിവർ ഏകദേശം 1.16 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നും സബ്സിഡി വാങ്ങിയിട്ടുണ്ട് എന്ന കണക്കുകൾ കൂടി പുറത്തു വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. കാരണം നിലവിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് നേരത്തെ തന്നെ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ വീണ്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ നിയമിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഗാംഗ്വാറിന്റെ അമ്മ ബിന്ദുമതി ഏകദേശം 46.3 ലക്ഷം രൂപയാണ് 2025 ജനുവരിയിൽ മാത്രം സബ്സിഡിയായി കൈപ്പറ്റിയത്. മകൻ കുമാർ ഋഷിക്ക് 46.49 ലക്ഷം രൂപ 2023 മാർച്ചിലും, ഭാര്യ രജിത സിംഗ് 24.36 ലക്ഷം രൂപ 2021-22 കാലയളവിലും കൈപ്പറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്ന ആ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി നിയമനത്തിൽ വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നത്. ഏതായാലും പ്രതിപക്ഷ വിമർശനം ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. വിമർശനവും പരിഹാസവുമായി CPIM രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് MP രംഗത്ത് വന്നിട്ടുണ്ട്. നരേഷ് പാൽ ഗംഗ്വാറിന്റെ നിയമനം അത് വലിയ തമാശയാണ്. ഈ ഒരു ഘട്ടത്തിലെ ഏറ്റവും വലിയ തമാശയാണ് ഈ ഒരു നിയമനം എന്നതാണ് ജോൺ ബ്രിട്ടാസ് MP പരിഹസിക്കുന്നത്. കാരണം ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാർ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് രാജ്യം ആവശ്യപ്പെടുമ്പോഴാണ് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു അഴിമതി ആരോപണത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനെ തന്നെ വീണ്ടും കേന്ദ്ര സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, അതും ചോദ്യപേപ്പർ ചോർച്ചയിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്ന സെക്രട്ടറിയെ മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ വലിയൊരു അഴിമതി ആരോപണത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനെ വീണ്ടും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് നിയമിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നും എന്തായാലും ജോൺ ബ്രിട്ടാസ് MP വലിയൊരു പരിഹാസം നടത്തിയിട്ടുണ്ട്. ഷമി, തീർച്ചയായും വിഷ്ണു, നോക്കൂ, ഇത്രയും ആരോപണങ്ങൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉയർന്നു വന്നതിന് ശേഷവും ഇവരിപ്പോഴും ഇതിനെ ഒരു കറവപ്പശുവായി തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയെ കാണുന്നു എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, ഈ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ, ഈ എൻട്രൻസ് പരീക്ഷാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കുന്ന ഒരു സംവിധാനമായി അത് നിൽക്കുകയാണ്. ഇടയ്ക്ക് എവിടെയോ നമ്മളൊന്ന് കേട്ടിരുന്നു, ഈ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നു, അത്തരത്തിൽ എന്തെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ. പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഇവരിൽ നിന്നൊക്കെ കിട്ടാവുന്നതൊക്കെ ഈ ഊറ്റിയെടുക്കാനുള്ള, ഈ വിദ്യാഭ്യാസ ഈ എൻട്രൻസ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടാവുന്നത് ഊറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അല്ലെങ്കിൽ ഇതുപോലെ
ഒരു ആളെ, ഇത്രയും അഴിമതിയുടെ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തണം എന്ന് ഇത്ര നിർബന്ധം എന്താണ് ഈ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്? ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ട് അത് സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ എത്രയോ കാലമായി ഈ രീതിയിൽ ചോദ്യപേപ്പർ പുറത്തു കൊടുത്ത് കോടികൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ 3 തവണ അത് ചോർച്ച സംഭവിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അത് പുറത്തു വന്നതാണ്. അതിനു മുമ്പ് ഇത് നടന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. അപ്പോൾ ഈ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഈ എൻട്രൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉന്നത പരീക്ഷകളുടെ മേഖല, ഇതൊക്കെ തന്നെ വലിയ തോതിൽ കറപ്റ്റഡ് ആണ്. അതിൻ്റെ ചോദ്യപേപ്പറുകൾ പുറത്തു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന സംവിധാനം BJP അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ധർമ്മേന്ദ്ര പ്രധാനെയൊക്കെ സംരക്ഷിക്കാൻ ഓരോരുത്തർക്ക് ഇത്ര വ്യഗ്രത. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വേറൊരു വകുപ്പിലേക്ക് മാറ്റി പുതിയൊരാളെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു? അതായത് ഇതൊരു സംവിധാനമായി തുടരുകയാണ് വിഷ്ണു. അതിൻ്റെ തുടർച്ചയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അടക്കമുള്ളവരുടെ നിയമനം. ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ച. അത് ആദ്യമായിട്ടല്ല രാജ്യത്ത് സംഭവിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 152 പരീക്ഷാ പേപ്പറുകൾ, 2 തവണ പരീക്ഷാ പേപ്പറുകൾ ചോർന്നു എന്നതാണ് പ്രതിപക്ഷം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ തന്നെയാണ് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ കോച്ചിങ് സെന്ററുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വകയിരുത്തിയിരുന്ന തുക 1.4 ലക്ഷം കോടിയാണ്. പക്ഷേ ഈ എക്സാമിന് വേണ്ടി സാധാരണ കുടുംബങ്ങളൊക്കെ തന്നെ കുട്ടികളെ ഈ ട്യൂഷനൊക്കെ വിട്ട് പഠിപ്പിക്കുന്നതിന്, കോച്ചിങ്ങിന് വിട്ട് പഠിപ്പിക്കുന്നതിന് ചെലവാക്കുന്ന തുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിവെക്കുന്ന ബജറ്റിന്റെ സമാനമായിട്ടുള്ള തുകയാണ് ഈ കുടുംബങ്ങൾ അവരുടെ കുട്ടികളെ നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് കോച്ചിങ്ങിന് വിടുന്നതിന് വേണ്ടി ചെലവാക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ അത്രത്തോളം വലിയ കച്ചവട സാധ്യത അല്ലെങ്കിൽ കച്ചവട മേഖലയാക്കി കേന്ദ്ര സർക്കാർ ഈ വിദ്യാഭ്യാസ മേഖലയെ, പരീക്ഷകളെയൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴാണ് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി എടുത്തു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റുന്നത്. പക്ഷേ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി മാറ്റുമ്പോൾ പകരം അവിടെ പ്രതിഷ്ഠിക്കുന്നത് ആരെയാണ് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയർന്നു വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിവാദമാകുന്നത്. വിവാദത്തിൽ ഉൾപ്പെട്ട ആളാണ് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ സെക്രട്ടറി നരേഷ് പാൽ ഗാംഗ്വാർ എന്ന് പറയുന്നത്. കാരണം അന്ന് വിവാദം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ മാസമാണ് ഇതിന്റെ ഈ സബ്സിഡി ഇനത്തിൽ കോടികൾ കൈപ്പറ്റിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. അന്ന് ഈ കേന്ദ്ര കൃഷി സഹമന്ത്രി കോടിക്കണക്കിന് രൂപ കൃഷി വകുപ്പിൽ നിന്ന് സബ്സിഡിയായി വാങ്ങിയിരുന്നു. അതും സമാനമായ വെള്ളരി കൃഷിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പൈസ വാങ്ങുന്നത്. കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ഈ വെള്ളരി കൃഷിക്ക് വേണ്ടി പണം സബ്സിഡി കേന്ദ്ര സർക്കാരിൽ നിന്ന് സ്വന്തം വകുപ്പിൽ നിന്ന് ഏകദേശം 1 കോടിക്കടുത്ത് സബ്സിഡി വാങ്ങിക്കുന്നു. അതേ വകുപ്പിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥനാണ് ഈ സമാനമായിട്ടുള്ള വെള്ളരി കൃഷിക്ക് വേണ്ടി ഈ IAS ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗം ഏകദേശം 1.16 കോടി രൂപ സബ്സിഡിയായി കൃഷി വകുപ്പിൽ നിന്ന് തന്നെ നേടിയെടുക്കുന്നു. എന്തായാലും അത്തരത്തിലൊരു വ്യക്തിയെയാണ് ഇപ്പോൾ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നടപടി എന്ന നിലയിൽ ഇപ്പോൾ ഒരു മാറ്റം കൊണ്ടുവന്ന് ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നത്. ഷമി.